2026 ദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് കൊല്ലം എൻഫോഴ്സ്മെന്റ് ആർടിയുടെ നേതൃത്വത്തിൽ കുണ്ട്ര ചിന്നൂസ് ഫാഷൻ ജ്വല്ലറിയുടെ സഹകരണത്തോടുകൂടി നടത്തുന്ന വനിതാ സാരഥി കരുതൽ സുരക്ഷ ജീവനം എന്ന പരിപാടിയിലാണ് നമ്മളിവിടെ ഉള്ളത്. കൊല്ലത്തെ വനിതകളായ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ആദരിക്കുന്ന ഒരു അടിപൊളി പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്താണ് വനിതാ ദിനം? വനിതകൾക്ക് നേർക്കുള്ള എല്ലാ അട്രോസിറ്റികളും അവസാനിപ്പിക്കുക, അല്ലേ? സ്വയം പര്യാപ്തരായിട്ട് നിങ്ങൾക്ക് മാറാനും നിങ്ങൾക്ക് സ്വന്തമായി ജീവിക്കാനും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുമുള്ള അവകാശത്തെ ഉറപ്പുവരുത്തുന്നതാണ് 22 വനിതാ ദിനം. അതിൻ്റെ ഭാഗമായിട്ട് അധ്വാനിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് വലിയ വിഭാഗങ്ങളുണ്ടായിരുന്നു വിളിക്കാനും പരിപാടി നടത്താനും. ഇപ്പം ഞങ്ങളുടെ ഓഫീസിൽ തന്നെ സ്ത്രീകൾ നിരവധിയുണ്ട്. ഒരുപാട് സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്, അല്ലേ? അവർക്ക് ആർക്കും കൊടുക്കാതെ ഇങ്ങനെ നിങ്ങളെപ്പോലുള്ള ജോലി ചെയ്യുന്ന, ഇത് പറഞ്ഞപ്പോൾ ബൈ കരട് പോയല്ലോ, കുഴപ്പമായോ? നിങ്ങളെപ്പോലുള്ള അധ്വാനിക്കുന്ന മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ത്രീകളെ തന്നെ ആദരിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനിങ്ങനെ നിൽക്കുകയും നിങ്ങളിങ്ങനെ ഇപ്പം നിങ്ങളെല്ലാവരും എന്നെ പരിചയപ്പെട്ടില്ലേ? എൻ്റെ പേര് ദിലു എന്നാണ്, ഇവിടുത്തെ RTO ആണ്. അത് നിങ്ങൾക്ക് ബോധ്യമായല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ ആഹ്ലാദത്തിൻ്റെ ഒരു ദിവസമാണ് നാളെ. അതായത് അടുത്ത വർഷം ഇതിനേക്കാളും ഗംഭീരമായ പരിപാടികളുമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് വരും. എന്തുകൊണ്ടാണെന്നറിയാമോ? അടുത്ത വർഷമാണ് ഈ വനിതാ ദിനം ഉണ്ടായതിൻ്റെ 50ാം വാർഷികം. ഇത് 49ാമത്തെ വർഷമാണെങ്കിൽ അടുത്ത വർഷം 50ാമത്തെ വർഷമാണ്. അപ്പം ഗംഭീരമായ പരിപാടികളുമായിട്ട് വരും. ചിന്നൂസ് ഫാഷൻ ജ്വല്ലറി അന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് സ്വർണ്ണ കോയിനായിരിക്കും. മുതലാളിക്ക് അതിനുള്ള പാങ്ങുണ്ടാവട്ടെ, അതിനുള്ള കഴിവുണ്ടാവട്ടെ, അതിന് അദ്ദേഹത്തിന് ദൈവം അനുഗ്രഹം കൊടുക്കട്ടെ, പ്രത്യേകിച്ച് ഈ റമദാൻ മാസത്തിൽ, അല്ലേ? ഞാൻ പെട്ടെന്ന് തന്നെ സംസാരിച്ച് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ പോകേണ്ടതാണ്. ഏറ്റവും നല്ല ജോലികളിലൊന്നായിട്ട് ഞങ്ങൾ നിങ്ങളുടെ ജോലിയെ മാനിക്കുന്നു. അതുപോലെ തന്നെ MVD എപ്പോഴും ഡ്രൈവർമാരുടെ കൂടെയാണ്, മനസ്സിലായി? ഞങ്ങളിപ്പം വഴക്ക് പറയുകയും ബുദ്ധിമുട്ടിക്കുകയും ഫൈനടിക്കുകയും ഒക്കെ ചെയ്താലും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അപകടത്തിൽ ചാടരുത്. നിങ്ങൾ കാരണം നിണമൊഴുകരുത്. നിങ്ങൾ കാരണം ഒരാളിൻ്റെയും സ്വൈര്യജീവിതത്തെ തടസ്സമുണ്ടാക്കരുത്. ആരെയും അനാഥരാക്കരുത്, ആരെയും വികലാംഗരാക്കരുത്, ആരെയും നിരാശരാക്കരുത്. ഇപ്പം നിങ്ങൾ ഓരോ ദിവസവും വാഹനം എടുത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട പ്രയത്നം ഇത് തന്നെയായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഞാൻ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ നിങ്ങളൊരു പക്ഷേ കണ്ടു കാണും. ഇവിടെ ഈ ചീരങ്കാവിൽ സവാരി നിഷേധിച്ചു എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്തിട്ട് പ്രചരിച്ചിരുന്നു. ദയവായി ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങളെടുത്തൊരു സവാരിക്കായിട്ട് വരുമ്പോൾ നിങ്ങൾ സവാരി നിഷേധിക്കരുത്. എനിക്ക് പോകാൻ പറ്റത്തില്ല, ചെറിയ ഓട്ടമാണ്. അത് ഞാനിവിടെ വന്നിട്ട് 6-7 മാസമായി ഞാൻ ഈ ഓഫീസിൽ വന്നിട്ട് ഈ എൻഫോഴ്സ്മെൻറ്റ് ആക്ടിവാണ് ചാർജ് എടുത്തിട്ട് ഒരു 10, 15, 20 പരാതികൾ എനിക്ക് ലഭിച്ചിട്ടുണ്ടാവും ഓട്ടോറിക്ഷയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇങ്ങനൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞാൻ അവരെ വിളിപ്പിക്കും, ഈ പാർട്ടിയെ വിളിപ്പിക്കും. എനിക്ക് ബോധ്യപ്പെട്ടൊരു സംഗതി, ഒട്ടുമിക്ക കേസുകളിലും ഓട്ടോറിക്ഷക്കാരുടെ ഭാഗത്തൊരു ന്യായമുണ്ട്. കാരണം എന്താ? ഇവരെല്ലായ്പ്പോഴും ഫോൺ വഴി വിളിക്കുന്നത് അവരുടെ ഒരാളിനെ ആയിരിക്കും. അയാളില്ലാത്ത സമയത്ത് മാത്രം വന്ന് ഫ്രണ്ട് കിടക്കുന്ന ആളിനെ വിളിക്കും. സ്വാഭാവികമായിട്ടും അവർ ഈ ഫ്രണ്ട് ഇവരെ തള്ളിക്കൊണ്ട് വന്നിട്ടിട്ട് 30 രൂപയുടെ ഓട്ടം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും ഒരു അജിറ്റേഷൻ ഉണ്ടാവും, അല്ലേ? അപ്പം ഞങ്ങൾക്ക് ഈ പരാതികളൊക്കെ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് എഴുതിയത്, എന്താ ഇവൻ്റെ അസുഖം, ഈ പരാതിക്കാരനാണോ കുഴപ്പക്കാരൻ, ഈ വന്ന് നിൽക്കുന്ന ആളാണോ കുഴപ്പക്കാരൻ, പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പക്ഷേ ഞാൻ പറയുന്നത്, ഈ 7 മാസമായിട്ടൊരു 20 പരാതി വന്നെങ്കിൽ ഒരു കേസിൽ മാത്രമേ ശിക്ഷിക്കേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ കേസുകളിലും നമുക്ക് രണ്ടുപേരുടെയും ഭാഗത്തൊരു ന്യായമുണ്ടെന്ന് തോന്നി അവിടെ വെച്ച് തന്നെ പരിഹരിച്ച് ഷേക്കാൻഡ് കൊടുത്ത് കെട്ടിപ്പിടിച്ച് വിട്ടട്ടേ ഉള്ളൂ. അപ്പം ഞാൻ വീണ്ടും പറയുന്നത്, സുരക്ഷിതരായി വാഹനം ഓടിക്കുക. ഈ വനിതാ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. അടുത്തതായി ബിന്ദു സാജൻ.
ട്രീസ ഇരവിപുരം. അവാർഡും ഗിഫ്റ്റും മൊമെന്റോയുമാണ് ഇവിടെ നൽകുന്നത്. എല്ലാവരും കൈയോടെ എടുത്തേ, പെട്ടെന്നാവട്ടെ. ജാസ്മിനസ്. സുനിത ബി. അടുത്തത് സുസമ എസ്. അടുത്തത് സുപ്രഭയൽ. അടുത്തതായി ഷജിത. അതിന് തിരക്കഥ ഒരുക്കുകയും അത് നന്നായി എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്ത ഇതിൻ്റെ കാരണഭൂതനായ നമ്മുടെ പ്രിയപ്പെട്ട RTO ഗുരുസാറിന് തന്നെയാണ്. അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് തന്നെയാണ് ആദ്യം നന്ദി പറയുന്നത്. എൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പേരിൽ അദ്ദേഹത്തിന് നന്ദി സമർപ്പിക്കുന്നു. പിന്നീട് ഈ നമ്മുടെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ സഹായവും സാമ്പത്തികമായും വെന്യൂ തന്നും അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ് തന്ന് സഹായിച്ച വലിയ മനസ്സിൻ്റെ ഉടമയായ ശ്രീ അബ്ദുൽ മുത്തലീഫ് സാർ അവർക്കും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നീട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ എല്ലാ സഹോദരിമാർക്കും ഈ പരിപാടി ഗംഭീര വിജയമാക്കി തീർത്ത എല്ലാ സഹോദരിമാർക്കും ഞാൻ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാം മനോഹരമായി കോർഡിനേറ്റ് ചെയ്ത കുണ്ട്ര മീഡിയയ്ക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എമർജൻസി സർവീസിന്റെ സ്നേഹാദരം നൽകാനായി റോഷനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അബ്ദുൽ മുത്തൽ സാറിന്റെ കുണ്ട്ര മീഡിയയുടെ ആദരം നൽകാനായി വേണു സാറിനെ ക്ഷണിക്കുന്നു. ഈ ഒരു ആഗ്രഹം രണ്ടുപേർക്കും ചെയ്യാൻ കാരണം ഈ സംരംഭം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആദ്യമാണെന്ന് തോന്നുന്നു. ഇതുവരെ വേറെ ഞാൻ കേട്ട് പറഞ്ഞിട്ടില്ല, കണ്ടു പറഞ്ഞിട്ടില്ല. അതും നമ്മളെ കൊല്ലം എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു സംവിധാനം വനിതാ സാരഥികളെ ആദരിക്കുക എന്ന് പറയുന്നത് കൂടുതൽ വനിതകളെ ഈ ഒരു മേഖലയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള സാറിൻ്റെ ഒരു പ്രയത്നത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു ചെറിയ ഭാഗമാണ്. ഇതിന് ഒരുപാട് പ്രയത്നമുണ്ട്, സാർ ചെയ്യേണ്ടിയിരിക്കുകയാണ്. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനകീയമായ ഒരു RTO ആണ് ഈ ഗുരുസാറെന്ന് പറയുന്നത്. ജനകീയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട്, നമുക്കത് ഒരു ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് നിങ്ങളൊരു RTO ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറയുന്നത് പേടിയാണ്. പക്ഷെ ഗുരുസാറിനെ സംബന്ധിച്ച് നമുക്ക് പുള്ളിക്കാനോട് പേടിയല്ല തോന്നുന്നത്, ബഹുമാനമാണ്. നമ്മുടെ ഒരു രക്ഷകർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അധ്യാപകൻ എന്ന പോലെയുള്ള ഒരു ബഹുമാനമാണ് പുള്ളിക്കാനോട് തോന്നുന്നത്.
ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ ഈ മാധ്യമങ്ങൾ, നമ്മുടെ ഓൺലൈൻ മീഡിയ ആയാലും പത്ര മീഡിയ ആയാലും എല്ലാവരും ഞങ്ങൾ സഹകരിച്ച് ചൈനീസ് മീഡിയ, ഡെവലവിഷന്, ചന്ദ്ര ടൈംസ്, ദീപികയുടെ റിപ്പോർട്ടർ, ദീപക് ശ്രീശൈലം, ഡെവലവിഷന്റെ എല്ലാവരും വന്ന് ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് അവർക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദിയോട് ഞാൻ പറയാൻ ഇപ്പോൾ ക്ഷണിക്കണം. കാരണം അവരിലൂടെയാണ് ലോകം അറിയപ്പെടുന്നത്. എല്ലാവരും നല്ല വ്യക്തിത്വങ്ങളും എത്ര നല്ല കാര്യം ചെയ്യുന്നവരും ആ ലോകം അറിയപ്പെടുന്നത് അവരിലൂടെയാണ്. അത് അറിയപ്പെടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്കൊരു മോട്ടിവേഷനാണ്, പ്രചോദനമാണ്. കാരണം നമ്മൾ നല്ല കാര്യം ചെയ്തിട്ട് അനങ്ങാതെ ആരും അറിയാതിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ തലമുറ അതാണ്, അനുകരണശീലമുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ നല്ല കാര്യം ചെയ്താൽ അത് സമൂഹത്തിനെ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. വേണു പറഞ്ഞതുപോലെ ഇദ്ദേഹം ഒറ്റവാക്കി പറഞ്ഞാൽ 916 ആണ് അല്ലേ? വെറുതെ അല്ല ഇദ്ദേഹത്തിന് പടച്ചോന് വലിയ അനുഗ്രഹം കൊടുത്തത്. ഇനിയും ഈ ചിന്നു ഫാഷൻ ജ്വല്ലറികൾ കൊണ്ട് കൊല്ലത്ത് നിറയട്ടെ അല്ലേ? അടുത്ത പ്രാവശ്യം 50ാം വനിതാ ദിനത്തിൽ ഒരു ചെറിയ ഒരു കോവിലെങ്കിലും ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന വനിതയ്ക്ക് കൊടുക്കാൻ അദ്ദേഹത്തിന് പടച്ചോൻ അനുഗ്രഹം കൊടുക്കട്ടെ. എല്ലാ നന്ദിയും. വേണിച്ചേട്ടനോട് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി പറഞ്ഞെന്താ അറിയാമോ? ഞാൻ ഏറ്റവും പറഞ്ഞത്, അല്ലാതെ ഇവിടെ ചോദിച്ചിട്ടല്ല പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞാൽ അവിടെ കറക്റ്റാണ് എന്നുള്ളത്. അങ്ങനെയുള്ള വലിയ മനുഷ്യൻ ഉണ്ടാവട്ടെ. 250ഓളം ജ്വല്ലറികളുണ്ട് കൊല്ലത്ത്. ഇദ്ദേഹത്തിന് അത് തോന്നിയുള്ളൂ അല്ലേ? എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇത്രയൊക്കെ സഹായം ചെയ്യുമ്പോൾ രണ്ടു വാക്ക് നമ്മൾ പറഞ്ഞില്ലേ മോശമല്ലേ? നമ്മളൊക്കെ ശരിക്കും താഴെ തട്ടിലുള്ളവരാണ് നമ്മളെല്ലാവരും. നമ്മളെ ആരും അംഗീകരിക്കാൻ ബന്ധപ്പെടുന്ന മനുഷ്യരാണ് കൂടുതലും പേര്. ഇപ്പോൾ സ്ത്രീക്ക് വീട്ടിലിരുന്ന് ചോറും കറിയൊക്കെ വെച്ചുകൂടെ, കുഞ്ഞുങ്ങളെ വളർത്തിക്കൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളെ ആദരിക്കാൻ മനസ്സ് കാണിച്ച നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് RTO ദിൽസാറിന് പ്രത്യേക നന്ദി നമ്മൾ ആദരവ് അർപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ അബ്ദുൽ മുതലീം സാർ ഇത് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുക, അതിനുവേണ്ടി സഹായങ്ങളൊക്കെ ചെയ്ത സാറിനും സാറ് പറഞ്ഞ പോലെ ഒരു 10 ജ്വല്ലറി അടുത്ത വർഷം ഇടട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയും ആശംസയൊക്കെ ഉണ്ട്. താങ്ക് യു എല്ലാം.